സംഭവം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോന്ന് തലയെ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പാണ് ശരി ഇന്നയാൾക്ക് ഇന്നതൊക്കെ അനുഭവിച്ചേ പറ്റുമെന്ന് തലയെ വരച്ച്. രഞ്ജീഷ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും ഒരു ഗുഡ് ന്യൂസ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പെണ്ണിൻ്റെ പേരിൽ കേസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ വക്കീൽ അതിനുള്ള കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നന്ദിയും കാര്യങ്ങളൊക്കെ. നമുക്ക് അതിലോട്ട് പോവുകയൊക്കെ ചെയ്യാം. രഞ്ജീഷിൻ്റെ ഒരു വോയിസ് ഉണ്ടായിരുന്നു, ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, ഞാനൊരു വോയിസ് നിങ്ങൾക്ക് വെച്ച് തരാം. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ജസ്റ്റിസ് ഫോർ രഞ്ജീഷ് എന്ന് പറഞ്ഞൊന്ന് കമൻറ്റ് മാത്രം ഒന്ന് ചെയ്യുക. ഈ വിഷയം ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ ഷെയർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം, ഇതിന് വേറെ വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, എന്തായാലും ജസ്റ്റിസ് ഫോർ രഞ്ജീഷ് എന്നും കൂടെ കൊടുക്കുക. ബാക്കി ഞാൻ വോയിസ് വെക്കാം. എൻ്റെ ബാക്കി ഞാൻ അനുഭവിക്കുന്ന അത്രേ ഉള്ളൂ. കൊച്ചുകാരൻ മെയ് 3 തൊട്ട് അനുഭവിക്കാൻ തുടങ്ങിയാണ്. കുറേ കൺഫർമേഷൻ കാര്യങ്ങളെല്ലാം കിട്ടി. ഞാൻ ചോദിച്ചു എന്താ സംഭവം ചോദിച്ചു. പുള്ളിക്കാരത്തിക്ക് മറുപടി ഒന്നുമില്ല. പുള്ളിക്കാരത്തി പറയുന്നത് എന്തൊക്കെയോ പറയുന്നുണ്ട്. വല്ലപ്പോഴും വിളിക്കാറില്ല അങ്ങനെ. അപ്പം എനിക്കിത് ഡൗട്ട് തോന്നി പറഞ്ഞാൽ അവിടെ ചെന്ന് വിളിക്കുന്നില്ല, പറിച്ചില്ല, ഒന്നുമില്ല. പിന്നെ ആർക്കാണ്ട് വേണ്ടി ബോധിപ്പിക്കാൻ വേണ്ടി അവിടെ ചെന്ന് കുറേ നാൾക്ക് ശേഷം വിളിക്കുമായിരുന്നു. നമ്മളിതൊക്കെ ഇവിടെ ഫസ്റ്റ് പോയി റിട്ടേൺ വന്നതിന് ശേഷമല്ലൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പോൾ എന്താ കാര്യം എന്നുള്ള കാര്യം നമ്മൾ തിരക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ഒന്നും മിണ്ടാറില്ല. സംഭവിച്ചു പോയി, പറ്റിപ്പോയി എന്നൊക്കെ പറയുന്നു. എനിക്കും വിചാരിക്കാൻ പറ്റത്തില്ല ഒരിക്കലും. അങ്ങനെ പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എന്ത് കൺഫർമേഷൻ വന്നെന്ന് പറഞ്ഞാൽ പോലെ എനിക്ക് അംഗീകരിക്കാൻ ഞാൻ അംഗീകരിക്കത്തില്ല. ചില ആളുകളുണ്ടല്ലോ അംഗീകരിക്കും. നമ്മൾ ഇപ്പോൾ രഞ്ജീഷ് പറഞ്ഞ പോലെ തന്നെ എനിക്കൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ലെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരനൊരു ഉപദേശമാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും, എടാ ഞാനൊന്നും ചെയ്യത്തില്ല അളിയാന്ന്. പക്ഷെ നമുക്കൊരു അനുഭവം വന്ന് കഴിയുവാണെങ്കിൽ നമ്മൾ ക്ഷമിക്കും, അല്ലെങ്കിൽ നീ അത് വിട്, നീ അത് ഓക്കെ ആകും. അതാണ് നമ്മുടെ രീതി. അങ്ങനെ അത് പോട്ടെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ അതൊന്നും തലയിൽ കയറത്തില്ല. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ വിലയാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ വില പോകും. പിന്നെയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, പിന്നെയും നമ്മൾ അങ്ങോട്ടായിട്ടാണ് ചെല്ലുന്നത്. അങ്ങനെ ആകുമ്പോൾ തീരെ വില കാണത്തില്ല. പക്ഷെ ഇവിടെ നമ്മൾ ആത്മാർത്ഥത കാണിക്കുന്നതാണ്. ചിലപ്പോൾ അവർ ഊരാക്കുടുക്കിലോട്ട് പോയി ചാടുവോ വിടുവോ എന്നുള്ള കുറേ ടെൻഷനും കാര്യങ്ങളും കൊണ്ട് നമ്മൾ നമ്മുടെ വിലയാണ് കളഞ്ഞു കൊടുക്കുന്നത്. അതൊക്കെ ഓരോരുത്തരൊക്കെ അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഞാനത് ജസ്റ്റ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്ത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവും ചില ആൾക്കാർക്ക് അത് കത്തും. എന്താ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ചതെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഞാൻ എൻ്റെ ദുഃഖരിയുടെ ഒരു 6 വർഷം നിന്നതൊരു അവർക്കൊരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ശരിയാണ്, ഫുഡിനാണ് എപ്പോഴും ശരി. ഞാൻ ഈ കല്യാണം കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഡ്രസ്സ് വാങ്ങിയിട്ടില്ല, ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എല്ലാവർക്കും വേണ്ടി, എൻ്റെ കൊച്ചിനും വേണ്ടി, ഇവയ്ക്കും വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. അവള് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കുടിക്കും, കാരണം പറയുന്നില്ല, അവളെ പറയിപ്പിക്കരുത്. അവനുണ്ടായി കഴിഞ്ഞ ശേഷം എനിക്കിട്ട് ചെയ്തത് കേട്ട് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. എന്താ പറയുക, നിങ്ങൾ അത്ര അയൽവക്കക്കാരുണ്ട്, എനിക്ക് പറയാൻ താല്പര്യമുണ്ട്. എല്ലാവർക്കും പുള്ളിക്കാർ ശമ്പളമുണ്ട്, സാലറി 50,000 ശമ്പളമുണ്ട്. പണ്ട് പുള്ളിക്കാരത്തേക്ക് എന്ത് വേണമെങ്കിലും അവിടെ നിന്നുണ്ട്. അതിനൊട്ട് തുള്ളിക്കൊണ്ടിരിക്കുന്ന ബിന്ദുവ ആയിക്കോട്ടെ, എനിക്ക് എൻ്റെ ഒരു വിഷയമുള്ള കേസല്ല, അവർ ചെയ്യട്ടെ, എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. കൊച്ചിനെ വിട്ടുകൊടുക്കണോ വേണ്ടത് ഞാനല്ല തീരുമാനിക്കുന്നത്. അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞു പോയല്ലോ, അത് പിന്നെ അത് ചെയ്യാം, സമയം വരട്ടെ. അല്ലെങ്കിൽ അവർക്ക് എന്നെ വേണ്ടത് രക്ഷടിച്ച് പോട്ടെ, എനിക്ക് അതിൻ്റെ അകത്ത് മോശം കേസല്ല. പിന്നെ ഞാൻ ആ വലിയച്ഛനെ ആ ബിന്ദുമേനെ ഓർത്തിട്ട് മാത്രം കൊച്ചിനെ അങ്ങോട്ട് വല്ലപ്പോഴും ഞാൻ അതുപോലെ എനിക്ക് ചെയ്യാണ്ടിരിക്കാൻ അറിയാം. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സാക്ഷി എനിക്ക് അനുവദിക്കത്തില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ഇവിടുന്ന് വല്ലപ്പോഴാണ്. അവള് എല്ലാം കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകണമെന്ന് പറഞ്ഞു. ഡിഗ്രി പാസ്സായാണ്. PGക്ക് പോകണം, PGക്ക് വിട്ടു. PSCക്ക് പോകണമെന്ന് പറഞ്ഞു. ഇതെല്ലാം ചെയ്ത് കൊടുത്ത് വീട്ടിൽ കൊണ്ട്. പക്ഷെ വീട്ടിൽ നമുക്കിട്ട് ഇതുപോലത്തെ പണി തരുന്നുള്ള കാര്യം നമുക്കറിയത്തില്ലല്ലോ. ഓക്കെ, ഇപ്പോൾ പുള്ളിക്കാരൻ്റെ വോയിസ് എല്ലാം നിങ്ങൾ കേട്ടല്ലോ. ഇനി വക്കീൽ അവരുടെ വീട്ടിൽ പോയി സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് വെച്ചുതരാം. ആ അച്ഛൻ പറയുന്നതിൻ്റെ ഓരോ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ട് നോക്കണം. അതും ആ കാമുകന് കുറേ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന പറയുമ്പോൾ അവൻ്റെ മൈൻഡ് എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. ഇവർക്ക് ഇറങ്ങി നടക്കാത്ത രീതിയിലാക്കി കൊടുക്കണം. പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, ഇവിടുത്തെ നിയമം വേറെയാണല്ലോ. ഇപ്പം ഇല്ല, ഷിംജിത കണ്ടില്ലേ, ബ്രസീലിൻ്റെ ജേഴ്സി ഇട്ടിട്ട് അവിടെ അമ്മയുടെ 16 അടിയന്തരത്തിന് എന്തോ, ഞാൻ എൻ്റെ വായിൽ നിന്നൊക്കെ വല്ലൊക്കെ വീണ് പോകും. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല അതിനെക്കുറിച്ച്. അതിൻ്റെ വക്കീൽ പറയുന്നതിൻ്റെ ഞാനൊന്ന് വെക്കാം. രഞ്ജീഷിന്റെ സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതിൽ എന്താ സംഭവിച്ചെന്നുള്ളത് രഞ്ജീഷിന്റെ അച്ഛനൊന്നും പറയും. നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ രഞ്ജീഷിന് വേണ്ടിയിട്ട് നിയമയുദ്ധം തുടങ്ങാൻ, നിയമത്തിന്റെ വഴിയിൽ നീങ്ങിയിട്ട്
രഞ്ജീഷിന് വേണ്ടി എന്തെങ്കിലും നീതി ലഭിച്ചു കൊടുക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. രഞ്ജീഷ് നമ്മൾ വിട്ടുപോയി. ഇപ്പൊ രഞ്ജീഷിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിയമത്തിലൂടെ ആ കുറ്റകൃത്യം ചെയ്ത ആള്, ആ വ്യക്തി, അതായത് ഭാര്യ, സ്വന്തം ഭാര്യനെ അതിന്റെ നിയമ നടപടികളിലൂടെ നടത്തി അതിനുള്ള തീരുമാനം ഉണ്ടാകും. അപ്പൊ അച്ഛൻ എന്താണ് സംഭവിച്ചത്, എന്താണ് ഇതിന്റെ തുടക്കം എവിടെയാണ് ഇതിന്റെ? ജോലിക്ക് പോയി ജോലിക്ക് എവിടെ പോയി? ഖത്തറിൽ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം? അന്ന് 2 വർഷം അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാണ് അവിടെ ആരുമായിട്ടും ഒരു ബന്ധത്തിലായി. ഖത്തറിൽ. നിങ്ങൾക്ക് എങ്ങനെയത് മനസ്സിലായി? അതായത് പിന്നെ അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഫോണിലൂടെ അയച്ചു. ഈ ആ വ്യക്തി അങ്ങനെയാണ് സംഭവം. ഓ, അതായത് ഈ എന്താ പറയാ, ഖത്തറിൽ വെച്ച് പരിചയപ്പെട്ട് ആ ബന്ധത്തിലായ വ്യക്തി ഇങ്ങനെ നമ്മുടെ രഞ്ജീഷിന്റെ മൊബൈലിലേക്ക് ആ അനാവശ്യമായിട്ടുള്ള അവരുടെ ബന്ധത്തെ കുറിച്ചുള്ള ഫോട്ടോകൾ സ്വന്തം ഭർത്താവിനെ അയച്ചു കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്. നിങ്ങൾ അറിയുന്നത് എത്ര വർഷം കഴിഞ്ഞിട്ട്? അതിപ്പം 3 വർഷം കഴിഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഇങ്ങനെ ഫോട്ടോസോ അങ്ങനെ എന്തോ ഇയാൾക്ക് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അത് കണ്ടാൽ ഏത് ഭർത്താവിന്റെ വിഷമം ഉണ്ടായിട്ടോ? അതായിരിക്കും കാരണം. അല്ലാതെ രഞ്ജീഷ് മരിക്കാനുള്ള യാതൊരു കാരണവും കാണില്ല. കാരണം ഞാനിവരുടെ സുഹൃത്തുക്കളോട് ചോദിച്ചു, എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ്. അല്ല, അപ്പൊ മരണത്തിനുള്ള കാരണം ശ്രീരഞ്ജിനിയാണ്. ഉറപ്പാണ്. അപ്പൊ ഞാൻ ശ്രീരഞ്ജിനി അവരുടെ അമ്മയാണ് നമ്മുടെ മകനെ. ശ്രീരഞ്ജിനിയുടെ ഫാമിലിക്ക് മൊത്തം മറ്റേ പയ്യൻ മതി എന്നുള്ള രീതിയിലാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം എവിടെയോ എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയോ നമ്മൾ ഉദ്ദേശിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ആരാണ് ആ പയ്യൻ, അവൻ്റെ ജോലി എന്താണ്, അവൻ എങ്ങനെയുള്ളവനാണ്, അതൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന രഞ്ജീഷും ഇവളും കല്യാണം കഴിച്ചതിന് മുമ്പ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പെണ്ണുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്നൊക്കെ തിരക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ എവിടെയോ എവിടെ എന്തൊക്കെയോ മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു വിവരത്തിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയതുമില്ല. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ, ഒന്നും കിട്ടിയില്ല. എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവനൊരു പാവം പിടിച്ചവനാണ്, ഒരു നല്ലൊരു മനുഷ്യനാണ്, കാണുമ്പോൾ ചിരി മാത്രമേ ഉള്ളൂ, ഉള്ളിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളിൽ കൊണ്ട് നടന്നൊരു വ്യക്തിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല മോനെ എന്നുള്ള രീതിയിലാണ് ആൾക്കാരുടെ സംസാര രീതികളൊക്കെ. ഓക്കെ, ബാക്കിയും കൂടെ ഈ ലെവലിലേക്ക് വെക്കാനുള്ള കാരണം അപ്പൊ നമുക്ക് അതിന്റെ നിയമനങ്ങളിൽ പോകണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മകനെ ഒരു രീതി കിട്ടാൻ രക്ഷ. ഏറ്റവും കൂടുതൽ കുഞ്ഞിനെ ഇവിടെ തള്ള വന്നുകൊണ്ട് തിരിച്ചുകൊണ്ടുവരുന്ന 15 വരെ കൊണ്ടുപോരാ. ഇവിടെ വന്നിട്ട് എത്രാം ക്ലാസ്സിൽ പഠിക്കണം? 2ാം ക്ലാസ്സിലായിരിക്കും. അപ്പൊ കുട്ടീനെ കാണിക്കാതെ വിഷമവും പിന്നെ ഈ മെയിൻ്റനൻസ് കേസിന്റെ അറ്റാച്ച്മെന്റും എല്ലാം കൂടി ഒരു പ്രഷർഫുൾ സിറ്റുവേഷനിൽ എത്തിയാണ്. അതായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് പിടിച്ചേക്കില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇതാണ് നമ്മൾ പരാതിയിൽ എഴുതി കൊടുക്കേണ്ടത്. നിങ്ങൾ എഴുതി കൊടുത്തിരുന്ന മരിച്ചതിന്റെ മനസ്സിലാണെന്ന് എഴുതിയത്. അത് ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരു പ്രോസസ്സാണ്. അതൊരു കേസ് എടുക്കും നോർമലി. ഇനി കൊടുക്കേണ്ടത് എത്രയും പെട്ടെന്ന് ഈ മരണത്തിനുള്ള ഉത്തരവാദി, അതായത് എന്റെ മകന്റെ മരണത്തിനുള്ള ഉത്തരവാദി ഈ ശ്രീരഞ്ജിനി എന്നുള്ളതും ശ്രീരഞ്ജിന്റെ അമ്മയാണ്. അവരുടെ മാനസിക സമ്മർദ്ദവും പിന്നെ അയാളുടെ പ്രതികരണം, അതായത് ഈ കാമുകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ എന്നിട്ട് അവരും കാരണം. കാരണം അവൻ ഇതിലേക്ക് അയച്ചു കൊടുത്തു, ഫോണിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളത് നമ്മൾ പരാതി കൊടുത്തു. ഇത് കോടതി കറക്റ്റായിട്ട് പ്രൂവ് ചെയ്താൽ ചിലപ്പോൾ നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടും. ചെയ്യണം. പിന്നെ ഒരു കാര്യം ഞാൻ വക്കീലിനോട് തുറന്നു പറയാം, അന്നേരത്തെ ട്രെൻഡിനനുസരിച്ച് വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യരുത്. നീതി മേടിച്ചു കൊടുക്കണം. അവിടെയാണ് നിങ്ങൾ മെടുക്കിയിരിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും. ബൈ, ലവ് യു.